Hi friends, so we have completed the detailed discussion of our lesson number 13, that is dangers of drug abuse. Now what we have to do is, we have to see the questions and answers. So here we have got the first 5 questions. We will answer the first 5 questions today. Question number 1, why do people believe in drugs? എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഡ്രഗ്സിൽ ഇത്രയധികം വിശ്വാസം അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം വിശ്വസിക്കുന്നത്? ആൻസർ ഈസ് drugs can prevent and cure all kinds of physical and mental illnesses. ഡ്രഗ്സിന് എല്ലാത്തരം ശാരീരികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ശക്തി ഉണ്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. So people believe in drugs and their power to cure ailments. Ailments means അസുഖങ്ങൾ. Ailments of all sorts, all kinds. എല്ലാത്തരം അസുഖങ്ങൾക്കും പ്രതിവിധി ഡ്രഗ്സ് ആണെന്ന് അവർ വിശ്വസിക്കുന്നു. People expect that drugs can work miracles. ഇതുകൊണ്ടാണ്, therefore people think that drugs can work miracles. എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരം, മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും പരിഹാരമാണ്. അതുകൊണ്ട് ഡ്രഗ്സിൽ ഇത്രയധികം ആളുകൾ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, what is the danger of over dependence on drugs? ഓവർ ഡിപ്പെൻഡൻസ്, നമ്മൾ എല്ലാ കാര്യത്തിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷേ ഫോർ എവറിഥിങ് ഇഫ് യു ഡിപ്പെൻഡ് ഓൺ ഡ്രഗ്സ് വാട്ട് വിൽ ഹാപ്പൻ? ആൻസർ 2, ക്വസ്റ്റ്യൻ നമ്പർ 2, ഫോർ എനിത്തിങ് ആൻഡ് എവറിഥിങ് പീപ്പിൾ ഡിപ്പെൻഡ് അപ്പോൺ ഡ്രഗ്സ്. ദിസ് ഈസ് ഓവർ ഡിപ്പെൻഡൻസ്. അപ്പോൾ ഓവർ ഡിപ്പെൻഡൻസ് എന്താണ്? എല്ലാത്തിനും നിസ്സാര കാര്യത്തിന് പോലും നമ്മൾ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ആശ്രയിക്കുകയാണ്. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക ആണെങ്കിൽ അതിനാണ് ഓവർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യമായ അസുഖമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ ചെറിയൊരു അസുഖം, ഫോർ എക്സാമ്പിൾ നമുക്ക് കുഞ്ഞൊരു തലവേദന വന്നു ഉടനെ പോയി ഡ്രഗ്സ് കഴിക്കുന്നു, അതിനാണ് ഓവർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. Then people lose their capacity to deal with life's problems by their own efforts. അപ്പോൾ നമുക്ക് തന്നെ ഒരു ശക്തിയുണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കൊരു വേദന വന്ന് അല്പം സഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു മസിൽ പിടുത്തം നമുക്ക് പഠിക്കുന്നു, അത് തീരുമാനം സ്വല്പം നേരം തിരുമ്മി കഴിയുമ്പോൾ അത് പോകും. അതിന് പകരം ഫോർ എവറിഥിങ് ഇഫ് യു ഗോ ടു എ മെഡിക്കൽ ഷോപ്പ് ഓർ ഗോ ടു എ ഡോക്ടർ ആൻഡ് ദെൻ ആസ്ക് വാട്ട് ഇസ് ദ റെമഡി ഫോർ ദിസ് ആൻഡ് ദെൻ ബൈ ആൻഡ് ഈറ്റ്, ദാറ്റ് വിൽ ബി ഓവർ ഡിപ്പെൻഡൻസ്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. നമുക്ക് പെർസിവറൻസ് മീൻസ് ഒരു കാര്യത്തിൽ ഇങ്ങനെ തുടർന്ന് നിൽക്കാനുള്ള തുടർന്ന് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ നമ്മുടെ കറേജ് അല്ലെ, നമ്മുടെ ഡിറ്റർമിനേഷൻ, അത് നമ്മുടെ ഒരു തീരുമാനം, നമുക്ക് ശക്തമായ രീതിയിൽ ഒരു കാര്യത്തെ അതിജീവിക്കാനുള്ള ആ ശക്തി, ഡിറ്റർമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതായി. നമുക്ക് കുഞ്ഞു പ്രശ്നം വന്ന് ഉടനെ നമ്മൾ മരുന്നെടുത്തു, അതല്ല, നമ്മളത് അല്പം സഹിക്കണം, അല്പം ക്ഷമിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റി? പേഷ്യൻസ്, അത് വളരെ ആവശ്യമാണ്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് യു ആർ ഓൾ ദ ടൈം ഡിപ്പെൻഡിങ് ഓൺ ഡ്രഗ്സ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡ്രഗിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ കഴിവുകളൊക്കെ ഇല്ലാതായി, സ്വതസിദ്ധമായ നമ്മുടെ കഴിവുകൾ ഇല്ലാതായി പോകും. അതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ഹിപ്പോക്രാറ്റസ് ചീഫ് കോൺട്രിബ്യൂഷൻസ്? ഹിപ്പോക്രാറ്റസ് ആരാണ് നമ്മൾ കണ്ടു? ആരാണ്? The Greek physician, the first Greek physician, the father of modern medicine. നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ പിതാവെന്ന് നമ്മൾ വിചാരിക്കുന്നു, മോഡേൺ മെഡിസിൻ്റെ പിതാവ് എന്ന് നമ്മൾ കണക്കാക്കുന്നു. അദ്ദേഹം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? Hippocrates, the Greek physician, is regarded as the father of medicine. ഇപ്പം നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൽപ്പിക്കുന്ന ആളാണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നു, ഗ്രീസ് കേട്ടില്ലേ. അക്കോർഡിംഗ് ടു ഹിം, ഡോക്ടേഴ്സ് ഷുഡ് സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് എ പേഴ്സൺ. കോൺസ്റ്റിറ്റ്യൂഷൻ, CONS, കോൺസ്റ്റിറ്റ്യൂഷൻ. Here you have got CON. Constitution and habits of a person
and only after that a remedy should be given to the patient. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഒരു രോഗിയെ ചികിത്സിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരഘടന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്, ഏത് രീതിയിലുള്ള മനുഷ്യനാണ്. ചിലരൊക്കെ രാവിലെ ഉണരുന്നവരുണ്ട്, താമസിച്ച് ഉണരുന്നവരുണ്ട്, നേരത്തെ കിടക്കാൻ പോകുന്നവരുണ്ട്. വെരി ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, early to bed, early to rise makes a man healthy, wealthy and wise. ഇതൊന്നും ചെയ്യാതെ ഉമ്മ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വയറ് നിറങ്ങിയതിന് ശേഷവും കഴിക്കുക, അങ്ങനത്തെ ആൾക്കാരുണ്ട്. വയറിങ്ങനെ പൊട്ടുന്ന അത്രയും കഴി. അപ്പോൾ അയാളുടെ ഹാബിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. ഒരേ തരം അസുഖമായിരിക്കും, 10 പേർക്കും 10 തരത്തിലുള്ള മരുന്നായിരിക്കും ചിലപ്പം ഒരു നല്ല ഫിസിഷ്യൻ കൊടുക്കുന്നത്. കാരണം 10 പേരുടെ ഹാബിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ വെയിറ്റ് വ്യത്യാസമായിരിക്കും, അവരുടെ ശരീരത്തിൻ്റെ ഭാരം വ്യത്യാസമായിരിക്കും, അവരുടെ രീതികൾ വ്യത്യാസമായിരിക്കും. ഇതെല്ലാം പറഞ്ഞു തന്ന ആരാ? ഹിപ്പോക്രാറ്റസ്, ദ ഗ്രേറ്റ് ഗ്രീക്ക് ഫിസിഷ്യൻ, കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ. ഞാൻ പറയുക, ഒരു ആളെ ചികിത്സിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരഘടനയും അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്സ്, ജീവിത രീതി ഇത് മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. വളരെ ഇമ്പോർട്ടൻറ്റ്. Constitution and habits of a person, and only after that a remedy should be given to the patient. അപ്പം ശരീരത്തിൻ്റെ ഘടനയും അയാളുടെ ജീവിത രീതിയും മനസ്സിലാക്കിയിട്ട് വേണം, ജീവിത ശൈലി മനസ്സിലാക്കിയിട്ട് വേണം അയാളെ ചികിത്സിക്കാൻ. മെഡിസിൻസ് ഷുഡ് സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഴ്സൺ. അതാണ് മെഡിസിൻ ഷുഡ് സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഴ്സൺ. ഇപ്പം രോഗത്തിന് ചേർന്നായിരിക്കണം, പ്ലസ് ആ പേഷ്യൻറ്റിനും ചേർന്നതായിരിക്കണം. രോഗത്തിന് ചേരുന്നതും പേഷ്യൻറ്റിന് ചേരുന്നതുമായിരിക്കണം മരുന്ന്, റെമഡി. നമ്മൾ എന്ത് റെമഡിയാണ് കൊടുക്കുന്നത്? അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ശരീരഘടനയും അവൻ്റെ ഹാബിറ്റ്സും. And then a drug should have restorative effects. ഡ്രഗ് ഒരു ക്യൂർ ചെയ്താൽ തന്നെ ഒരു റെസ്റ്റോറേറ്റീവ് മീൻസ് നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള മരുന്നുകളായിരിക്കും. അല്ല, ചില മരുന്ന് കഴിച്ചാൽ അതോടെ അങ്ങ് തീരുന്നില്ല ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പറയുകയല്ലേ, മരുന്ന് കഴിച്ചു, രോഗമുക്തനായി, രോഗത്തിൽ നിന്നും മുക്തനായി, പക്ഷെ അവൻ്റെ ആരോഗ്യം മുഴുവൻ പോയി എന്ന് പറയും. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. രോഗത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു, പക്ഷെ ആരോഗ്യം മുഴുവൻ പോയി. അങ്ങനെയല്ല, ആരോഗ്യവും തിരിച്ചു കൊണ്ടുവരുന്നു. രോഗമുക്തനാവുകയും റെസ്റ്റോറേറ്റീവ് എഫക്റ്റ്, ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു കഴിവും ആ മരുന്നിനുണ്ടായിരിക്കണം. അങ്ങനെയുള്ള മരുന്നുകൾ വേണം കൊടുക്കാൻ. സോ എ ഡ്രഗ് ഷുഡ് ഹാവ് റെസ്റ്റോറേറ്റീവ് എഫക്ട്സ്. ഹെൽത്തി പേഴ്സൺ ഷുഡ് നോട്ട് ടേക്ക് ഡ്രഗ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൻസുവൽ ഡ്രഗ്സ് എടുക്കുന്ന കൂടുതലും നമ്മൾ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്, അതെടുക്കുന്ന ആരോഗ്യമുള്ളവരാണ്. എന്തിനാ? പ്ലഷർ, ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇൻ ദ BCs ബിഫോർ ക്രൈസ്റ്റ് നമ്മൾ പറയുന്നത് BC. ഇപ്പം അതിന് മുമ്പ്, ഇന്നിപ്പോൾ അതിന് പറയുന്നത് BCE എന്നാണ്, ബിഫോർ കോമൺ എറ എന്നാണ്. അപ്പം BCE, ഇപ്പം BC അല്ലെങ്കിൽ BC-AD എന്ന് പറയുന്നത്. അതുപോലെ ആ കാലത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ആരോഗ്യമുള്ളവരാരും മരുന്ന് കഴിക്കരുത്. ആരോഗ്യമുള്ളവർ കഴിക്കുന്ന മരുന്നിൻ്റെ പേരാണ് ഏത്? ലഹരി മരുന്ന്. എന്തിനാ? സുഖം കിട്ടാൻ, താൽക്കാലിക സുഖം. Never you should take it. That is Hippocrates himself has said. So restorative method. If they do, they will lose their health. If they do, healthy people, they means healthy people. അപ്പം നല്ല ആരോഗ്യമുള്ള മനുഷ്യർ ലഹരി മരുന്ന് കഴിച്ചാൽ എന്ത് സംഭവിക്കും? അവരുടെ ആരോഗ്യം നശിക്കും, ആരോഗ്യം നഷ്ടപ്പെടും. അടുത്ത പോയിന്റ്. So once again, Hippocrates, the Greek physician, is regarded as the father of medicine. According to him, doctors should study the constitution and habits of a person, and only after that a remedy should be given to the patient. Then he says, medicine should suit the disease and the person. A drug should have restorative effects. Healthy person should not take drugs. If they do, they will lose their health. What are important?
ഇവിടെ മിസ്സിംഗ് പോലെ തോന്നുന്നതാണ് ഹിം. അക്കോർഡിംഗ് ടു ഹിം ഓഫ് ഫാദർ ഓഫ് മെഡിസിൻ. മനസ്സിലാവുന്നുണ്ടോ? Fourth question is, what is the distinction between medicines and sensual drugs? Question number 4 here. Medicines cure diseases and restore health. Medicines എന്താ ചെയ്യുന്നത്? നമ്മുടെ രോഗങ്ങൾക്ക് ശാന്തി കൊടുക്കും, അല്ലെങ്കിൽ രോഗങ്ങൾ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടും. ഇത് രണ്ടുമാണ് മെഡിസിൻസ് ചെയ്യുന്നത്. People require them to cure ailments. Ailments mean asura. Ailments, but the body does not require sensual drugs. They destroy a person's health and make him dead inside. What is the difference between sensual drugs and medicines? Medicines cure. Medicines restore your health. But what about sensual drugs? It's not required. And if you do this, what happens? It will lose, or it will do big damage to your health. What are sensual drugs? Sensual drugs are those drugs which the body does not require. Body has no need for it. Hippocrates said healthy patients should not take medicines. Healthy patients should not take drugs. But if they do, they will lose their health. What is the difference between? Medicines നമുക്ക് അത്യാവശ്യമുള്ളതാണ്, രോഗത്തിന് വേണം, രോഗചികിത്സയ്ക്കും നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ. പക്ഷേ സെൻസുവൽ ഡ്രഗ്സ് നമുക്ക് ആവശ്യമേ ഇല്ല. പിന്നെ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെറിയ നിസ്സാര സമയത്തേക്ക് ചെറിയൊരു സുഖം കിട്ടാൻ. ഫലം എന്താ? നമ്മുടെ ഹെൽത്ത് നഷ്ടപ്പെടും, നമ്മുടെ ഹെൽത്ത് നശിച്ചു പോകും. മെഡിസിൻ വിൽ റെസ്റ്റോർ യുവർ ഹെൽത്ത്. സെൻസുവൽ ഡ്രഗ്സ് വിൽ ഡിസ്ട്രോയ് യുവർ ഹെൽത്ത്. മനസ്സിലാവും? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫോർ ടുഡേ. ഹൗ ഡു സെൻസുവൽ ഡ്രഗ്സ് ആക്ട് ഓൺ ദ ഹ്യൂമൻ ബോഡി? എങ്ങനെയാണ് സെൻസുവൽ ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ. Sensual drugs act on the brain's pleasure centers and stimulate them to provide pleasurable feelings to the one who uses them. ഇതാണ് സെൻസുവൽ ഡ്രഗ്സ് ചെയ്യുന്നത്. സെൻസുവൽ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ കയറി പിടിക്കുന്നത് നമ്മുടെ ബ്രെയിനെയാണ്. മനസ്സിലായോ? ബ്രെയിനിൽ പല സെൻറ്റേഴ്സ് ഉണ്ട്. ഭാഷയ്ക്കൊരു സെൻറ്ററുണ്ട്, ദെൻ വായിക്കുന്നതിനൊരു സെൻറ്ററുണ്ട്, അതുപോലെ കേൾവിക്കൊരു സെൻറ്ററുണ്ട്, കാണുന്നതിനൊരു സെൻറ്ററുണ്ട്, അതുപോലെ പ്ലഷറിനൊരു സെൻറ്ററുണ്ട്. നമുക്ക് സുഖം അനുഭവിക്കാനും ബ്രെയിനിൻ്റെ ഒരു സെൻറ്റർ, ഒരു സ്ഥലമുണ്ട്. ഈ ലഹരി മരുന്ന് കഴിക്കുമ്പോൾ നേരെ ആക്ട് ചെയ്യുന്നത് ഈ പ്ലഷർ സെൻറ്റേഴ്സിനെയാണ്. പ്ലഷർ സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ചിടത്തേക്ക് കുറച്ച് പ്ലഷറൊക്കെ കിട്ടും, ഒരു സുഖം, ആ പഴയ സുഖം, ഒരു മയക്കം, അല്ലെങ്കിൽ ഒരു തലയ്ക്ക് പിടുത്തം എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഒരു 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 എന്തൊക്കെയോ ഒരു സുഖം കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഒരു കംഫർട്ട്, അങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: ഹൗ ഡു സെൻസുവൽ ഡ്രഗ്സ് ആക്ട് ഓൺ ദ ഹ്യൂമൻ ബോഡി? ഓർ വേർ ഡസ് a sensual drug act? A sensual drug acts on the pleasure centers of the human brain and stimulate them, uttejipikya. For what? For giving you some pleasurable feeling for some time. That's very important. Not all the time, but some time. എവിടെയാണ് ഈ സെൻസുവൽ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നതിന് ഉത്തരം എന്താ? The pleasure centers of the brain and stimulate, uttejipikya, to give you pleasure. That is it. Then what will happen? One who uses them, at the end, they make him dead inside. അവസാനം എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം നശിച്ചു പോയിട്ട് ഒരു മരിച്ചവനെ പോലെ പ്രേത സമാനം. അവസാനം അവൻ പ്രേതമായിട്ട് മാറും, നടക്കുന്ന പ്രേതം. അതാണ് ഇതിൻ്റെ ഡെഡ് ഇൻസൈഡ്.
എന്ത് ഭയങ്കരമായ ഒരവസ്ഥയാണ്. ലഹരി മരുന്ന് യാതൊരു തരത്തിലുള്ള ലഹരി. ചിലപ്പോൾ അത് ഗുളിക പോലെയാവും, ചിലപ്പോൾ അത് ദ്രാവക രൂപത്തിലായിരിക്കും, ചിലപ്പോൾ അത് നമ്മൾ ഓറൽ വായിൽ കൂടി കഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അത് കുത്തിവെക്കുന്നതായിരിക്കും. എന്തൊക്കെയാണേലും യാതൊരു കാരണവശാലും ഈ സാധനം തൊട്ടേക്കരുത്. എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ എല്ലാം ഇല്ലെന്നാക്കി നമ്മളെ ഒരു മരിച്ച മനുഷ്യനാക്കി മാറ്റും. ഈ ഡ്രഗ്സ് ധാരാളം ഉപയോഗിക്കുന്ന മനുഷ്യർ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറിയിരിക്കുന്നതാണ്. So these are the first 5 questions that we are answering today. So first, why do people believe in drugs? Because they think that drugs can do wonders. What is the danger of over-dependence? Over-dependence എന്ത് സംഭവിക്കും? നമുക്ക് സ്വയമേ ഉള്ള നമ്മുടെ സിദ്ധികൾ, നമ്മുടെ കഴിവുകൾ ഇല്ലാതായിത്തീരും. What is Hippocrates' chief contribution? Hippocrates ആണ് പറയുന്നത്, ഒരു മനുഷ്യന് മരുന്ന് കൊടുക്കുമ്പോൾ, രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവൻ്റെ ശരീരഘടനയും അവൻ്റെ ഹാബിറ്റും അവൻ്റെ ജീവിതശൈലിയും നമ്മൾ മനസ്സിലാക്കണം. പ്ലസ് വേറെ വലിയ കാര്യങ്ങൾ പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാബിറ്റ്സ് പ്ലസ് ഡ്രഗ്സ് ഷുഡ് ഹാവ് എ റെസ്റ്റോറേറ്റീവ് എഫക്റ്റ്. ഡ്രഗ്സ് കഴിക്കുന്നുണ്ട് ആരോഗ്യം തിരിച്ചു വരും കൂടി ചെയ്യണം. ചുമ്മാ രോഗം മാറിയാൽ മാത്രം പോരാ, പക്ഷെ ആരോഗ്യം തിരിച്ചു വരണം. വാട്ട് ഇസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻ ആൻഡ് medicines are needed, sensual drugs are not at all needed. And fifth, how do sensual drugs act on the pleasure centers of your brain and stimulate them, and at the end make you dead inside. Therefore, do not use drugs. Fine, bye. We will continue in the next class, next 5 questions. Thus we will take all the questions one by one. Till then, bye.